മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം സംസ്ഥാന ഗവൺമെൻറ് ഇത്തവണ അധികാരത്തിലെത്തി 100 ദിവസം തികയുന്നതിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുവെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുന്ന നിലയുണ്ടായത്. അതിൻ്റെ പ്രായോഗിക കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിലൊന്ന് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ്. മറ്റൊന്ന് ഹരിത കേരളം പദ്ധതിയാണ്. പിന്നെ വിദ്യാഭ്യാസ ശാക്തീകരണ പദ്ധതിയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുമേഖലയിലുള്ള ആശുപത്രികളിലെ സേവന കാര്യങ്ങൾ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മെച്ചപ്പെടുത്തുന്ന പരിപാടിയുമുണ്ട്. ഇതിൽ സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി ഉദ്ദേശിക്കുന്നത് എല്ലാ കുടുംബങ്ങൾക്കും, അതായത് വീടില്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും 5 വർഷം കൊണ്ട് വീട് നൽകുക എന്നതാണ്. എന്നാൽ വീട് നൽകുന്നതോടൊപ്പം തന്നെ തൊഴിൽ ചെയ്ത് ഉപജീവനം കഴിക്കാനുള്ള സംവിധാനവും ഇത്തരം കുടുംബങ്ങളിലുള്ളവർക്ക് ഒരുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അതോടൊപ്പം വിവിധ തരത്തിലുള്ള സേവന ക്ഷേമ പദ്ധതികളുടെ പ്രയോജനം ലഭ്യമാകുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. ഇപ്പോൾ വീടില്ലാത്തവരെ കണക്കാക്കിയാൽ ഒരു കൂട്ടർ ഭൂമിയുണ്ട്, എന്നാൽ വീടില്ല, ആ പട്ടികയിൽപ്പെടുന്നത്. പിന്നൊരു കൂട്ടർ വീട് നിർമ്മാണം ആരംഭിച്ചു, വായ്പ എടുത്തു, പണം കിട്ടിയില്ല, ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. അതോടൊപ്പം തന്നെ നേരത്തെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി വീട് കിട്ടി, പക്ഷെ ഇപ്പം താമസിക്കാൻ പറ്റുന്നില്ല. ഇതിനു പുറമെ പുറമ്പോക്കിലോ പിന്നെ മറ്റ് പുറം പ്രദേശങ്ങളിലൊക്കെ കുടിലൊക്കെ കെട്ടി താമസിക്കുന്നവരുണ്ട്. പിന്നെ തോട്ടം മേഖലയിൽ ഉള്ളവരുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു കൂട്ടർ ഭൂമിയുമില്ല, വീടുമില്ല. ഇങ്ങനെ 3-4 തരത്തിൽപ്പെട്ടവരാണ് നമ്മുടെ സംസ്ഥാനത്ത് വീടില്ലാത്തവരായിട്ടുള്ളത്. അപ്പോൾ ഇവർക്കെല്ലാം വീട് നൽകുക എന്ന് പറയുമ്പോൾ അതിന് ഭൂമിയുടെ ലഭ്യത ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് ഭൂമിയും വീടുമില്ലാത്തവർക്ക് ഭൂമി നൽകുന്നതിന് പാർപ്പിട സമുച്ചയം എന്നൊരു പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത്. ഒട്ടേറെ കുടുംബങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാർപ്പിട സമുച്ചയം നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ സാധാരണ നിലയിൽ ആവശ്യമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കും. അവർക്ക് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനാവശ്യമായ തൊഴിൽ പരിശീലനം നൽകുന്ന നിലയുണ്ടാകും. അതോടൊപ്പം സ്കൂൾ വിദ്യാഭ്യാസം
അതിന് അംഗൻവാടി മുതൽ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം പ്രീ പ്രൈമറി തൊട്ടിട്ടുള്ള പഠന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തും. പഠനത്തിൽ പിന്നിലായി പോകുന്നവർക്ക് സ്പെഷ്യലായിട്ട് കോച്ചിങ് കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കും. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന് ആവശ്യമായ സഹായങ്ങളും ചെയ്തു കൊടുക്കും. IT പഠനത്തിന് പ്രത്യേകമായ ഊന്നൽ നൽകും. ചെറുപ്പക്കാർക്ക് കൗമാരക്കാർക്ക് പ്രത്യേകമായ കൗൺസിലിംഗ് നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം വിവിധ തൊഴിൽ വൈദഗ്ധ്യം നേടുന്നതിനുള്ള പരിശീലന കേന്ദ്രങ്ങളുണ്ടാവും, സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ള കേന്ദ്രങ്ങളുണ്ടാവും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു ചെല്ലുന്നതിന് ആവശ്യമായ പരിശീലനവും ഇതിൻ്റെ കൂടെ തന്നെ നൽകാൻ തയ്യാറാകും. ഇവിടെ താമസിക്കുന്നവർക്കുള്ള ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള സംവിധാനവും ഉറപ്പുവരുത്തും. ഇക്കൂട്ടത്തിൽ ഒട്ടേറെ പേർ പ്രായമുള്ളവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വയോജന പരിപാലനം ഒരു പ്രധാന പദ്ധതിയായിട്ട് അംഗീകരിക്കും. ചിലർ രോഗി അതിൻ്റെ ഭാഗമായിട്ടുള്ള അവശതയൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പാലിയേറ്റീവ് കെയർ സംവിധാനവും ഒരുക്കും. ഇങ്ങനെ ഒരു സമ്പൂർണമായ സുരക്ഷ ഒരുക്കുന്ന തരത്തിലുള്ള ഒരു പാർപ്പിട സമുച്ചയമാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ താമസിക്കുന്നവർക്ക് വീട് കൈമാറാനോ വിൽക്കാനോ പറ്റില്ല. വീട് സ്വന്തമായിരിക്കും. വീട് അവരുടെ പിന്തുടർച്ചാവകാശികൾക്ക് താമസിക്കുകയും ചെയ്യാം. ഒരു 20 വർഷം കൊണ്ട് വീട് സ്വന്തമാക്കുന്നൊരു പദ്ധതിയായിരിക്കും. ഒരു ചെറിയ തുക മാസത്തിൽ അവരതിനായിട്ട് അടക്കണം ഈ വീടിൻ്റെ ഭാഗമായിട്ട്. അതവർക്ക് താങ്ങാവുന്ന തുക മാത്രമേ നിശ്ചയിക്കൂ. പക്ഷെ അതിനുള്ളിൽ ഈ വീട് വാടക കൊടുക്കാനോ വിൽക്കാനോ പറ്റില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണത്തിന് ത്രിതല സംവിധാനം ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന തലത്തിൽ ഒരു കമ്മിറ്റി പ്രവർത്തിക്കും. ജില്ലാ തലത്തിലും പഞ്ചായത്ത് തലത്തിലും ഇതിനു വേണ്ട പ്രവർത്തനങ്ങൾ നടത്താനുള്ള കമ്മിറ്റികളുണ്ടാവും. അപ്പോൾ സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി സഹ അധ്യക്ഷനുമായിട്ടുള്ളൊരു സമിതിയായിരിക്കും കോ ചെയർമാനായിട്ട്. അതോടൊപ്പം ഉപാധ്യക്ഷന്മാരായിട്ട് ധനകാര്യ, ഭവന നിർമ്മാണ, സാമൂഹ്യക്ഷേമ, വൈദ്യുതി, ജലവിഭവ, തൊഴിൽ, പട്ടികജാതി പട്ടികവർഗ, ഫിഷറീസ്, ഇത്രയും മന്ത്രിമാരുണ്ടാവും. ഇതിനോടൊപ്പം ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനും ഈ കമ്മിറ്റിയിലുണ്ടാവും. പ്രതിപക്ഷ നേതാവിനെ പ്രത്യേക ക്ഷണിതാവായി കാണുന്നുണ്ട്. മിഷൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുക തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി ആയിരിക്കും. മിഷൻ അംഗങ്ങൾ ഈ പറഞ്ഞ വകുപ്പുകളുടെ സെക്രട്ടറിമാരുണ്ടാവും. അതോടൊപ്പം ഈ മിഷൻ്റെ CEO ഇതിനകത്തുണ്ടാവും. മിഷൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് നേതൃത്വം നൽകുന്ന ടാസ്ക് ഫോഴ്സാണ് കാര്യങ്ങൾ നിർവഹിക്കുക. അതിൻ്റെ ചെയർമാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി ആയിരിക്കും.
അപ്പോൾ ഭൂമി ലഭ്യത ഉറപ്പാക്കൽ, ഇതിനാവശ്യമായ വിഭവ സമാഹരണം ഉറപ്പിക്കൽ, ഗുണഭോക്താക്കളെ നിർണ്ണയിക്കാനുള്ള മാനദണ്ഡം നിശ്ചയിക്കൽ, പിന്നെ നിർമ്മാണ ഘട്ടത്തിലുള്ള മേൽനോട്ടം വഹിക്കൽ, അത് സമയത്ത് നൽകേണ്ട പൊതു മാർഗനിർദ്ദേശങ്ങൾ ആവിഷ്കരിക്കൽ, ഇവയൊക്കെ മിഷൻ്റെ പ്രധാന ദൗത്യങ്ങളായിരിക്കും. ഇതോടൊപ്പം ഉദ്ദേശിക്കുന്നൊരു കാര്യമാണ് സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. അതിലിപ്പോൾ OP വിഭാഗത്തിൽ രോഗചികിത്സക്കായി ചെന്നാൽ വലിയ തോതിലുള്ള കാലതാമസം വരുന്നുണ്ട്. ഇപ്പോൾ രോഗികൾക്ക് സമയബന്ധിതമായി വൈദ്യപരിശോധന ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പോൾ സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കി മാറ്റാൻ കഴിയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇക്കാര്യത്തിൽ രോഗികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സർക്കാർ ആശുപത്രികളെ ആകെ ജനസൗഹൃദ ആശുപത്രികളാക്കി മാറ്റുക എന്നതാണ് ഇതിൻ്റെ ഭാഗമായി കാണുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലാണ് ആദ്യം ഇത് തുടങ്ങുക. പിന്നെ ജില്ലാ ആശുപത്രികൾ, ജനറൽ ഹോസ്പിറ്റലുകൾ, താലൂക്ക് ആശുപത്രികൾ, ഇവയിലൊക്കെ വ്യാപിപ്പിക്കാൻ നിലയാനെടുക്കുക. ഇത് നമ്മുടെ അലോപ്പതി രംഗത്തും ആയുർവേദ രംഗത്തും ഹോമിയോ രംഗത്തും രോഗികളുടെ സാന്ദ്രതക്കനുസരിച്ച് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ കുടുംബങ്ങളുമായി ബന്ധിപ്പിക്കാനുള്ളൊരു പരിപാടി ആരോഗ്യരംഗത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ കുടുംബങ്ങളുമായി നേരിട്ട് ഡോക്ടർ ബന്ധപ്പെടുന്ന തരത്തിലുള്ള ഒരു തലത്തിലാണ് ആ പ്രവർത്തനം ഉയരുക. ഇതിനും ഒരു സംസ്ഥാനതല മിഷൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനകത്തും മുഖ്യമന്ത്രി അധ്യക്ഷനും ഉപ അധ്യക്ഷനായിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയും സഹാധ്യക്ഷന്മാരായി ധനവകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, പൊതുവിതരണ വകുപ്പ് മന്ത്രി, പ്രത്യേക ക്ഷണിതാവായി പ്രതിപക്ഷ നേതാവ്, പിന്നെ ആസൂത്രണ ബോർഡിൽ നിന്നുള്ളൊരംഗം, ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, തദ്ദേശ ഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കുടുംബശ്രീ ഡയറക്ടർ, ആസൂത്രണ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, IT വകുപ്പ് സെക്രട്ടറി, സാമൂഹ്യക്ഷേമ വകുപ്പ് സെക്രട്ടറി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും ഈ ടാസ്ക് ഫോഴ്സിൻ്റെ ചെയർമാനും മിഷൻ സെക്രട്ടറിയും. ഇപ്പോൾ ദൈനംദിന പ്രവർത്തനങ്ങൾ ടാസ്ക് ഫോഴ്സാണ് നടപ്പാക്കുക. അവരാണതിന് നേതൃത്വം കൊടുക്കേണ്ടത്. വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായൊരു വിദ്യാഭ്യാസ നവീകരണ പദ്ധതിക്കാണ് നേതൃത്വം കൊടുക്കാൻ തീരുമാനിക്കുന്നത്. ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒരു ഭാഗം നേരത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1000 സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻ്റർനാഷണൽ സ്കൂളുകളാക്കി ഉയർത്തുക. അത് ഇതിൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന നിലയെടുക്കും. നേരത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. അതോടൊപ്പം ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലം എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ക്ലാസ് മുറികളാക്കും. അപ്പോൾ അവിടുത്തെ പഠന പ്രവർത്തനങ്ങൾക്ക് പുതിയ മാനം നൽകുന്ന
നിലയെടുക്കും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിൽ പൊതുവിദ്യാലയങ്ങളുടെ പ്രസക്തി വീണ്ടെടുക്കും. അപ്പോൾ അതിനുവേണ്ടി അധ്യാപക രക്ഷാകർതൃ സംഘടനകൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ, ഇവയുടെ അങ്ങനെ സഹകരിക്കാൻ പറ്റുന്ന മുഴുവൻ പേരുടെയും സഹകരണത്തോടെ കാലാനുസൃതമായ വികസനം ഉറപ്പാക്കും. അതായത് അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ പൂർണ്ണമായി വികസിപ്പിക്കുന്ന നിലയെടുക്കും എല്ലാ പൊതുവിദ്യാലയങ്ങളുടെയും. അതിൽ സർക്കാരും ചെറിയ പങ്ക് വഹിക്കും. ബാക്കി കാര്യങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ ഉറപ്പുവരുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം ഒരു പദ്ധതിയായി കാണുന്നത്, നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ ചിലത് 100 വർഷത്തിലധികം കാലപ്പഴക്കമുള്ളതാണ്, ചിലത് 50 വർഷം പിന്നിട്ടതാണ്. അപ്പോൾ ഇങ്ങനെ 100 വർഷമൊക്കെ പിന്നിട്ട, 50 വർഷം പിന്നിട്ട സ്കൂളുകൾക്ക് പ്രത്യേക പാക്കേജ് അടിസ്ഥാനത്തിൽ സഹായം നൽകണമെന്ന് കണ്ടിട്ടുണ്ട്. അതിൽ സ്കൂളിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഉപകരിക്കത്തക്ക രീതിയിലുള്ള സഹായം ഒരുക്കുക എന്നതാണ് ഇതിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നത്. പൊതുവിദ്യാലയങ്ങളിൽ പലതിലും ഭാഷാ പഠനത്തിന്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നും കാണുന്നുണ്ട്. മാതൃഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിനും പ്രാധാന്യം നൽകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം പാഠ്യപദ്ധതിയുടെ പുനരവലോകനം, അത് വിശദമായ പദ്ധതി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് ഉപയോഗപ്രദമാകുന്ന കാര്യങ്ങളും പഠന പ്രവർത്തനങ്ങളും ഇന്നുള്ള അടിസ്ഥാനപരമായ പരിമിതികൾ പരിഹരിക്കാൻ, അടിസ്ഥാന സൗകര്യ പരിമിതികൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എല്ലാ വിദ്യാലയങ്ങളിലും ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അതിലൂടെ ഫലപ്രദമായ IT വിന്യാസം സാധ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം സംസ്ഥാനതല മിഷൻ തന്നെ ഏകോപിപ്പിക്കാനാണ് തയ്യാറാവുക. അപ്പോൾ ഇതിനും വിഭവ സമാഹരണം വേണ്ടിവരും. അതോടൊപ്പം തന്നെ നിർവഹണ ഏജൻസിയുടെ തിരഞ്ഞെടുപ്പും വേണ്ടതായിട്ടുണ്ട്. അതൊക്കെ സംസ്ഥാനതല മിഷൻ്റെ ചുമതലയായിരിക്കും. അതോടൊപ്പം സെക്കൻഡറി തലത്തിന് ശേഷമുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം അഭിവൃദ്ധിപ്പെടുത്താനുള്ള നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടും ഉണ്ട്. ഈ രംഗത്തുള്ള സംസ്ഥാനതല മിഷൻ മുഖ്യമന്ത്രി തന്നെ അധ്യക്ഷൻ, ഉപാധ്യക്ഷനായി വിദ്യാഭ്യാസ വകുപ്പ്, സഹാധ്യക്ഷന്മാരായി ധനവകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി, പ്രത്യേക ക്ഷണിതാവായി പ്രതിപക്ഷ നേതാവ്, ആസൂത്രണ ബോർഡ് നാമനിർദ്ദേശം ചെയ്യുന്ന ഒരംഗം, വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, സാമൂഹ്യക്ഷേമ വകുപ്പ് സെക്രട്ടറി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് സെക്രട്ടറി, ഫിഷറീസ് വകുപ്പ് സെക്രട്ടറി, IT വകുപ്പ് സെക്രട്ടറി, ഇവരെല്ലാം അംഗങ്ങളായിട്ടുണ്ടാവുക.
വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ആയിരിക്കും മിഷൻ സെക്രട്ടറിയും ടാസ്ക് ഫോഴ്സ് ചെയർമാനും. അപ്പോൾ ടാസ്ക് ഫോഴ്സ് ദൈനംദിന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ചുമതലയെടുക്കണം. അതിനൊരു പൂർണ്ണസമയ ചീഫ് എക്സിക്യൂട്ടീവും ഉണ്ടാകും. അതോടൊപ്പം അധ്യാപക പരിശീലനം ഇതിനകത്ത് നടക്കണം. IT സാങ്കേതിക വിദ്യാ വികസനം നടക്കേണ്ടതായിട്ടുണ്ട്. ഇതിനൊക്കെ അതത് രംഗത്തെ വിദഗ്ധരും അതോടൊപ്പം SCERT, ITET സ്കൂൾ, SSA, RMSA ഈ സ്ഥാപനങ്ങളുടെയൊക്കെ ഡയറക്ടർമാരും ഇതിനകത്ത് ഉൾപ്പെടും. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ നാടാകെ ഒന്നിച്ചു നീങ്ങേണ്ട മറ്റൊരു പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ശുചിത്വ മാലിന്യ സംസ്കരണം, കൃഷി വികസനം, ജലസംരക്ഷണം, ഇങ്ങനെ 3 മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഹരിത കേരളം പദ്ധതി. ഇക്കാര്യത്തിൽ 3 ടാസ്ക് ഫോഴ്സുകൾ പ്രവർത്തിക്കും. അതോടൊപ്പം സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലത്തിലും ടാസ്ക് ഫോഴ്സുകളുണ്ടാവും. സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷൻ, സഹ അധ്യക്ഷന്മാരായി തദ്ദേശ സ്വയംഭരണം, കൃഷി, ജലവിഭവം, ആരോഗ്യം, വനം ഈ മന്ത്രിമാർ. ഇതിനൊരു ഉപാധ്യക്ഷനെ പിന്നീട് നിശ്ചയിക്കുകയാണ് ചെയ്യുക. ഇതിനകത്ത് സഹാധ്യക്ഷന്മാരുടെ കൂട്ടത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയുണ്ടാവും. ഒരു ഉപദേഷ്ടാവ്, സീനിയർ നിലവാരത്തിലുള്ളൊരു ശാസ്ത്രജ്ഞൻ, ഈ രംഗത്തെ പ്രാഗൽഭ്യമുള്ള ഒരാൾ ഇവിടെ ഉപദേഷ്ടാവായിട്ടുണ്ടാവും. പ്രതിപക്ഷ നേതാവ് പ്രത്യേക ക്ഷണിതാവായിട്ടും ഉണ്ടാവും. ആസൂത്രണ ബോർഡ് അംഗം, തദ്ദേശ സ്വയംഭരണം, ആരോഗ്യം, കൃഷി, ജലവിഭവം, ടൂറിസം, വിദ്യാഭ്യാസം ഇവയുടെയൊക്കെ, അതോടൊപ്പം ആരോഗ്യം, വനം ഇവയുടെയൊക്കെ സെക്രട്ടറിമാർ ഇവിടെ അംഗങ്ങളായിട്ടുണ്ടാകും. സഹ അധ്യക്ഷന്മാരുടെ കൂട്ടത്തിൽ വനം വകുപ്പ് മന്ത്രി കൂടി ഉണ്ടാവും. ഇതിനകത്ത് വനം വകുപ്പ് സെക്രട്ടറിയെ പറഞ്ഞു, മറ്റത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. വനം വകുപ്പ് മന്ത്രിയും ഉണ്ടാവും. പറഞ്ഞോ? മിഷൻ സെക്രട്ടറി ആസൂത്രണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും. ഇതിലുദ്ദേശിക്കുന്നത് മാലിന്യ നിർമ്മാർജ്ജനം ഫലപ്രദമായിട്ട് നടത്താനാവണം. അതോടൊപ്പം ഉറവിട മാലിന്യ സംസ്കരണമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. വീടുകളിൽ അവിടെ വെച്ച് തന്നെ മാലിന്യ സംസ്കരണത്തിന് ഊന്നൽ നൽകുക എന്നുള്ളതാണ്. എന്നാൽ അതിനോടൊപ്പം ജലസ്രോതസ്സുകളുടെ നവീകരണം, ശുദ്ധമായ വെള്ളം ലഭ്യമാവുക, ഇതൊരു പ്രധാനമായി നാം കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു പുതിയ ജല ഉപയോഗ സംസ്കാരം വളർത്തിയെടുക്കാൻ കഴിയണം.
അപ്പോൾ അതിനാദ്യം ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന കുളങ്ങളും തോടുകളുമുണ്ട്. അവയാകെ പുനരുദ്ധരിക്കാനാവണം. അപ്പോൾ അവയെ മുഴുവൻ പുനർജീവിപ്പിച്ച് നല്ല വെള്ളം ലഭ്യമാകുന്ന അവസ്ഥയുണ്ടാക്കണം. ഇതിൻ്റെ തന്നെ രണ്ടാം ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ നദികളും കായലുകളും മറ്റ് ജലസ്രോതസ്സുകളും പൂർണ്ണമായും ശുദ്ധീകരിക്കാനാവണം. അപ്പോൾ നാട്ടിലുള്ള വെള്ളമാകെ ശുദ്ധീകരിക്കാനാകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും സഹായവും സഹകരണവുമാണ് വേണ്ടത്. നാടാകെ ഇറങ്ങി വിജയിപ്പിക്കേണ്ട ഒരു പദ്ധതിയാണ്. അതിൽ സന്നദ്ധ സംഘടനകളുണ്ട്, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, മറ്റ് ജനവിഭാഗങ്ങൾ, ഇവരെല്ലാം പങ്കാളിത്തം വഹിച്ചുകൊണ്ടായിരിക്കണം ഈ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കാനാണ് ശ്രമിക്കുക. ഇവിടെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ജലസ്രോതസ്സുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു രീതിയുണ്ട്. അത് കർശനമായി തടയാൻ കഴിയണം. അതോടൊപ്പം ജൈവ കൃഷിക്ക് അനുയോജ്യമായ പശ്ചാത്തല സൗകര്യമൊരുക്കുക. അപ്പോൾ മാലിന്യ സംസ്കാര സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് സാധിക്കുന്നതാണ്. അപ്പോൾ വീടുകളിൽ കൃഷി വ്യാപിപ്പിക്കുക, ഇതും ഇതിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നുണ്ട്. ബയോഗ്യാസ് സംവിധാനങ്ങൾ, വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക്കൊക്കെ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ, വേസ്റ്റും ആശുപത്രി മാലിന്യങ്ങളും മറ്റും സംസ്കരിക്കാനുള്ള കേന്ദ്രീകൃതമായ ചില സങ്കേതങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. ഉറവിട മാലിന്യ സംസ്കരണത്തിന് ഊന്നൽ കൊടുക്കുമ്പോൾ തന്നെ വലിയ നഗരങ്ങളിൽ ചില നൂതന രീതിയിലുള്ള കേന്ദ്രീകൃത സംസ്കരണ സംവിധാനങ്ങളും ആവശ്യമായി വരും. അങ്ങനെയുള്ളിടങ്ങളിൽ അവയും സ്ഥാപിക്കാൻ ശ്രദ്ധിക്കും. ജൈവ പച്ചക്കറി കൃഷി ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു സംസ്കാരമായി വളർന്നിട്ടുണ്ട്. അപ്പോൾ വീടുകളിലുള്ള കൃഷി വ്യാപിപ്പിക്കുന്നതോടൊപ്പം തന്നെ സംസ്ഥാനത്താകെ ജൈവ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തും. ഇപ്പോൾ കൃഷി വികസന മിഷൻ അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. ചില പ്രത്യേക പ്രദേശങ്ങളിൽ വലിയ വിസ്തൃതിയുള്ള സ്ഥലങ്ങൾ തന്നെ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തുനിന്ന് വരും. അതോടൊപ്പം നൂതന വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളും സ്വീകരിക്കും. ഈ എല്ലാ മിഷനുകളുടെയും ടാസ്ക് ഫോഴ്സുകളുടെയും ഏകോപനത്തിന് ഒരു സംസ്ഥാനതല എംപവേർഡ് കമ്മിറ്റി ഉണ്ടായിരിക്കും. ചീഫ് സെക്രട്ടറിക്കായിരിക്കും ഇതിൻ്റെ ഏകോപന ചുമതല. അതിനകത്ത് ധനകാര്യം, ആസൂത്രണം, ഭവന നിർമ്മാണം, ജലവിഭവം ഇവയുടെയൊക്കെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയും തദ്ദേശ സ്വയംഭരണം, കൃഷി,
പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും വിദ്യാഭ്യാസം IT വകുപ്പ് സെക്രട്ടറിമാരും സംസ്ഥാനതല മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരും എല്ലാവരും അംഗങ്ങളായിരിക്കും ഈ എംപവേർഡ് കമ്മിറ്റിയിൽ. എംപവേർഡ് കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുകയും മന്ത്രിസഭയുടെ അംഗീകാരം തേടേണ്ട രീതിയിൽ കാര്യങ്ങൾ തയ്യാറാക്കുകയും ചെയ്യേണ്ടത്. അതോടൊപ്പം നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് സമയബന്ധിതമായി അനുമതികൾ നൽകാൻ സുഗമമായി പദ്ധതി നടപ്പാക്കുമെന്ന് ഉറപ്പുവരുത്താൻ ഉള്ള ഒരു ഏകജാലക സംവിധാനമായാണ് ഈ എംപവേർഡ് കമ്മിറ്റി മാറുക. എംപവേർഡ് കമ്മിറ്റിക്ക് ആവശ്യമായ പിന്തുണാ സംവിധാനം IMG ഒരുക്കുകയും ചെയ്യും. അപ്പോൾ ഈ നവംബർ 1 മുൻപ് ഈ പറഞ്ഞ കാര്യങ്ങളുടെയെല്ലാം വിശദമായ പദ്ധതി റിപ്പോർട്ടുകൾ തയ്യാറാക്കി മന്ത്രിസഭയുടെ അംഗീകാരത്തിന് വെക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരം മിഷനുകളുടെയും ടാസ്ക് ഫോഴ്സുകളുടെയും പ്രവർത്തനത്തിൻ്റെ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരിക്കും. ജില്ലാതല മിഷൻ അധ്യക്ഷൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കും. അംഗങ്ങൾ ജില്ലയിൽ നിന്നുള്ള ലോക്സഭാംഗങ്ങൾ, MLA മാർ, മേയർ, മുനിസിപ്പൽ ചെയർമാൻമാർ, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ജില്ലാ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറി ജില്ലാ കലക്ടറായിരിക്കും. എല്ലാ ജില്ലാതല മിഷനും ഓരോ വിഷയത്തിലും ഓരോ ടാസ്ക് ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ജില്ലയിൽ 6 ടാസ്ക് ഫോഴ്സ് ഉണ്ടാകുമെന്നർത്ഥം. ജില്ലാതല ടാസ്ക് ഫോഴ്സുകളുടെ അധ്യക്ഷൻ ജില്ലാ കലക്ടറായിരിക്കും. ജില്ലാ പ്ലാനിംഗ് ഓഫീസർ, പട്ടികജാതി പട്ടികവർഗ വകുപ്പ്, ഫിഷറീസ്, കുടുംബശ്രീ, സാമൂഹ്യക്ഷേമം, നഗരാസൂത്രണം, ഗ്രാമവികസനം, കൃഷി, ജലവിഭവം, വിദ്യാഭ്യാസം, ആരോഗ്യം, വാട്ടർ അതോറിറ്റി, ജലനിധി, ഇങ്ങനെയെല്ലാം ഉള്ളതിൻ്റെ ജില്ലാ ഓഫീസർമാർ, പിന്നെ RDO, സബ് കളക്ടറോ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി, ഇവരൊക്കെയായിരിക്കും ജില്ലയിലെ അംഗങ്ങൾ. എല്ലാ ജില്ലാതല ടാസ്ക് ഫോഴ്സിനും ഒരു പൂർണ്ണസമയ ഉദ്യോഗസ്ഥൻ കോർഡിനേറ്ററായി പ്രവർത്തിക്കും. പാർപ്പിട പദ്ധതിക്ക് സൗജന്യമായി ചിലപ്പോൾ ഭൂമി ലഭിച്ചു എന്ന് വരും. അപ്പോൾ സൗജന്യമായി ലഭിക്കുന്ന ഭൂമിയും സർക്കാർ ഭൂമി ലഭ്യമാകുന്ന സ്ഥലങ്ങളും, ഇതാണ് പാർപ്പിട പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളായിട്ട് കാണുന്നത്. അപ്പോൾ അതിനും ഭൂമി ലഭ്യത ഉറപ്പാക്കൽ ജില്ലാതല പാർപ്പിട മിഷൻ്റെ ചുമതലയായിരിക്കും. അപ്പോൾ സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കൽ, പ്രാദേശികമായി വിഭവസമാഹരണം പൂർത്തീകരിക്കൽ, മേൽനോട്ട സംവിധാനം ഉറപ്പാക്കൽ, അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കൽ, ഇവയൊക്കെ ജില്ലാതല മിഷൻ്റെ ചുമതലയായിരിക്കും. തദ്ദേശ സ്വയംഭരണ തലത്തിൽ മിഷൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും ഏകോപിപ്പിക്കാനും ഒരു തദ്ദേശ സ്വയംഭരണ മിഷൻ ഉണ്ടായിരിക്കും.
ഇതിനൊരു മാർഗരേഖ തയ്യാറാക്കും. കില വഴി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലെ പരിശീലനവും ശാക്തീകരണവും ഉറപ്പാക്കുകയും ചെയ്യും. തദ്ദേശ സ്വയംഭരണ തലത്തിലെ മിഷൻ്റെ ഘടന ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭ അധ്യക്ഷന്മാർ, പഞ്ചായത്ത് പ്രസിഡൻറ്റോ മുനിസിപ്പാലിറ്റി ചെയർമാനോ മേയറോ അവരായിരിക്കും അധ്യക്ഷൻ. അംഗങ്ങൾ ജില്ലാ, ബ്ലോക്ക്, പഞ്ചായത്ത്, ഡിവിഷൻ അംഗങ്ങൾ ആ സ്ഥലത്തെ. അതോടൊപ്പം പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയിലെ ഭരണസമിതി അംഗങ്ങൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി, കൃഷി ഓഫീസർ, കുടുംബശ്രീ ICDS സൂപ്പർവൈസർ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ എഞ്ചിനീയർ. ഇവിടെ ജനപങ്കാളിത്തം ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ പദ്ധതികളുടെ വിജയത്തിന് ജനപങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഗുണഭോക്താക്കളെ ഓരോ പദ്ധതി തലത്തിലും നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ആവശ്യമായ പരിശീലനം നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പദ്ധതികളുടെ ആസൂത്രണം, നിർവഹണം, തുടർ നടത്തിപ്പ്, സാമൂഹിക ഓഡിറ്റിംഗ് ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കും. മറ്റൊരു പ്രധാന കാര്യം, അതത് മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച പ്രൊഫഷണലുകളുണ്ട്. അതോടൊപ്പം നിലവിലുള്ള സർക്കാർ ജീവനക്കാരുണ്ട്. സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരുണ്ട്. ഇവരിൽ നിന്നെല്ലാം കൂടി സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഈ മിഷൻ ചീഫ് എക്സിക്യൂട്ടീവായി പ്രവർത്തിക്കാൻ 100 പേരുടെ ഒരു ടീമിനെ തിരഞ്ഞെടുക്കും. അവർ വിദഗ്ധരായിരിക്കും, എങ്കിലും ഈ പ്രത്യേക കാര്യത്തിനായിട്ടുള്ള പരിശീലനം അവർക്ക് നൽകും. ഇതിനുള്ള നടപടിക്രമങ്ങളും നവംബർ 1 മുൻപ് തന്നെ പൂർത്തിയാക്കണമെന്നാണ് കാണുന്നത്. ഈ ചുമതല IIM കോഴിക്കോടിനെ ഏൽപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 5 വർഷത്തേക്ക് പ്രാബല്യത്തിലുള്ളതായിരിക്കും ഈ മിഷനുകൾ. ഇവയുടെ ആവർത്തന ചെലവുകൾ DPRൽ ഉൾപ്പെടുത്തി പദ്ധതി നിർവഹണവുമായി ബന്ധിപ്പിക്കുമെന്നാണ് കണ്ടിട്ടുള്ളത്. വേറൊരു കാര്യം, നമ്മുടെ സംസ്ഥാനത്തെ KSRTCയുടെ നിലയെക്കുറിച്ച് മന്ത്രിസഭ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ KSRTCയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വിശദമായ പഠനം നടക്കേണ്ടതുണ്ട് എന്നാണ് മന്ത്രിസഭ കണ്ടിരിക്കുന്നത്. അതിനായി കൽക്കത്തയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലെ പ്രൊഫസർ ശ്രീ സുശീൽ ഖന്ന, അദ്ദേഹത്തെ ഈ പഠനത്തിൽ നിശ്ചയിക്കാനാണ് കണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, HR മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ ടേംസ് ഓഫ് റെഫറൻസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൺസൾട്ടൻ്റായി ശ്രീ സുശീൽ ഖന്നയെ നിശ്ചയിച്ചിരിക്കുകയാണ്. അദ്ദേഹം പഠനം നടത്തി 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം എന്നും മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ സംസ്ഥാന മന്ത്രിസഭ എടുത്ത മറ്റൊരു കാര്യം,
നമ്മൾ നാളികേരം കൂടുതൽ ഉപയോഗിക്കുന്നവരാണെങ്കിലും കടുകിലും താല്പര്യമുള്ളവരാണല്ലോ നമ്മൾ. കടുക് എല്ലാ വീടുകളിലും മിക്കവാറും ഉപയോഗിക്കുന്നതാണ്. ഈ കടുക് ജനിതക മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ജനിതക മാറ്റം വരുത്തുന്ന കടുക് ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇപ്പം തന്നെ ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യത്തിന് ഹാനികരമല്ല എന്ന് ഇതേവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിലുള്ള വിത്തുകൾ കുത്തക കമ്പനികളുടെ കയ്യിലെത്തിയാൽ നമ്മുടെ നാടൻ കടുകിൻ്റെ അന്ത്യമാണ് അതോടെ വന്നു ചേരുക. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി സാധാരണ കാർഷിക രംഗത്തിന് തന്നെ വലിയ ആപത്ത് സംഭവിക്കും. അതുകൊണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ കടുകെണ്ണയൊക്കെ ആയുർവേദ മരുന്നുകൾക്കൊക്കെ വലിയ തോതിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇത് അനുമതി നൽകാൻ പാടില്ല, തടയണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാൻ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം കുറ്റ്യാടിക്കടുത്തുണ്ടായ അപകടത്തിൽ അവിടെ അപകടം സംഭവിച്ചതിന് ശേഷം അവിടുത്തെ നാട്ടുകാർ വളരെ ഫലപ്രദമായി ഇടപെട്ട് പ്രവർത്തിക്കുകയുണ്ടായി. അങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറായ എല്ലാവരെയും അഭിനന്ദിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. ആ കുടുംബങ്ങൾക്ക് ഒന്നും നഷ്ടപരിഹാരമായി വരില്ല. വലിയ ചെറുപ്പക്കാർ നഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. 8 ലക്ഷം വീതം നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അഭിനന്ദനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഓണാഘോഷം വിജയിപ്പിച്ച തിരുവനന്തപുരം നിവാസികളെയും അഭിനന്ദിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് പൊതുവിൽ പറയാനുള്ളത്. മദ്യത്തെപ്പറ്റി ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. ഏത് ഞങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല. അല്ല, ഞങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടില്ല മദ്യവുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. എല്ലാ വർഷവും ഒക്ടോബർ 2-ന് 10% അത് ഞങ്ങളെ മദ്യനയം വരട്ടെ എന്നിട്ടല്ലേ. ഞാൻ പറയുന്നത് LDF ഗവൺമെൻറ് മദ്യനയത്തെക്കുറിച്ചല്ലേ. LDF ഗവൺമെൻറ് മദ്യനയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ആലോചിച്ചിട്ടില്ല. ഈ പാർപ്പിട പദ്ധതിയിൽ 20 വർഷത്തിന് ശേഷം ഈ വീടുകൾ കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ പറ്റുമോ? വിൽക്കാൻ പാടില്ല എന്നാണ്. അല്ല, ഈ വീട് എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയാണല്ലോ. അപ്പോൾ അത് അങ്ങനെ വിറ്റ് പോകേണ്ട ഒരു കാര്യമല്ല. എന്നാൽ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നൊരു കാര്യമുണ്ട്. ചില പൊതു ആവശ്യങ്ങൾ വരുന്നു, വീട്ടിലുള്ള ചില ആവശ്യങ്ങൾ, ഇതൊക്കെയാണല്ലോ വിൽപ്പനക്കിടയാക്കുന്നത്. അങ്ങനെയുള്ള വായ്പാ സൗകര്യങ്ങൾ ലഭ്യമാകുന്നതിനുള്ള ഒരു പദ്ധതി കൂടി ഇതിനോടൊപ്പം ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സെക്ടേഴ്സിലൊക്കെ അങ്ങ് പറഞ്ഞു, ഹൗസിംഗ്, അഗ്രികൾച്ചർ, വേസ്റ്റ്, ഇതിന്റെ പണം എവിടുന്നാണ്? ബഡ്ജറ്റിൽ ഒരു 12,000 crore ഫസ്റ്റ് ഇയർ ഗവൺമെന്റിന് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ് വഴി അതായിരിക്കും ഇതിന്റെ സോഴ്സ് ഓഫ് ഫണ്ട്സ്? അല്ല, അത് വേറെ തന്നെ ഉള്ളൊരു പദ്ധതിയാണ്. എന്നാൽ ഇത് നാടിൻ്റെ ആകെ പങ്കാളിത്തത്തോടും സഹായത്തോടും കൂടിയുള്ളതായിരിക്കും. നിങ്ങൾക്കും അതിനകത്ത് പങ്കുവഹിക്കാൻ പറ്റും. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നടത്തുന്ന ഒരു പദ്ധതിയായിരിക്കും ഇത്. അതിനകത്ത് അതെ അതായത് ഇക്കാര്യത്തിലുള്ള വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നവംബർ 1-ന് മുൻപ് തയ്യാറാക്കി വരുമെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ഓരോന്നിൻ്റെയും നിർമ്മാണ ചെലവ് എത്രയാണ്, മറ്റ് ചെലവ് എത്രയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അത് ആ ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം.
നവംബർ 1 ശേഷം ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടിവരുന്ന തുക എല്ലാം സംസ്ഥാന സർക്കാർ ചെലവിടുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇതൊരു സാമൂഹ്യമായ ഇടപെടലിലൂടെ കൂടി സംഭവിക്കേണ്ട ഒന്നായിട്ടാണ് കാണുന്നത്. എന്നാൽ അങ്ങനെയൊരു യോഗഭാഗ്യ കേസായിട്ട് വിടാനല്ല, നടപ്പാക്കാൻ തന്നെയാണ്. അത് നടപ്പാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എയ്ഡഡ് സ്കൂൾ അടക്കം വരും. പൊതുവിദ്യാലയങ്ങളെന്ന് പറയുമ്പോൾ സർക്കാരും എയ്ഡഡുമായിട്ടുള്ള വിദ്യാലയങ്ങളാണ്. ഓ, അല്ലാതെ ആവശ്യം പോലെയാണ്, ആവശ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണത്. നമ്പറുണ്ടല്ലോ, നമ്പർ നേരത്തെ തന്നെ കണക്കാക്കപ്പെട്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള പുതിയ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നിലക്ക് നോക്കിയാൽ നമ്മുടെ സംസ്ഥാനത്ത് നിർമ്മിച്ച വീടുകൾ ഭവനരഹിതർക്കായി നിർമ്മിക്കപ്പെട്ട വീടുകളുണ്ട്. അത് 2011-2016 വരെയുള്ള കാലയളവെടുത്താൽ 4,29,214. ഇവിടെ 2,65,863 അത് അതിനിടയ്ക്കുള്ളൊരു കണക്കാണ്. 1,60,60,000 കുടുംബാംഗങ്ങൾ ഇപ്പോഴും ഭൂരഹിത ഭവൻരഹിതരായി തുടരുന്നു എന്നാണ് കണക്കാക്കുന്നത്. അതായത് അതൊരു പഴയ കണക്കാണ്. പുതിയ കണക്ക് വരുമ്പോൾ ചിലപ്പോൾ 2 ലക്ഷം അതിലധികവും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കണക്കുണ്ട്. എന്നാൽ ഈ കണക്ക് ഏറ്റവും ഒടുവിലത്തെ കണക്കാക്കി മാറ്റാനുള്ള നടപടികൾ തുറന്നു വരുന്നുണ്ട്. ആ കണക്ക് എടുത്തുകൊണ്ടിരിക്കുക. കണക്കും ഉണ്ടാവും. ഭവന പദ്ധതി വരുമ്പോൾ പുതിയ പദ്ധതിയിലാണ് ഈ പറഞ്ഞ സുരക്ഷ അതുപോലെ ബാക്കി ഫെസിലിറ്റി എല്ലാം വരുന്നത്. സർക്കാർ മുമ്പ് നടപ്പാക്കിയ ഭവന പദ്ധതികൾ പല വീട് കോളനികൾ ചേരികളിലെ ആൾക്കാരുടെ ജീവിത നിലവാരമോ ഈ സൗകര്യങ്ങൾ ഒരുക്കാൻ എന്തെങ്കിലും പ്രത്യേക ആലോചന? നമ്മുടെ സംസ്ഥാനത്തെ ആകെ ഈ പറയുന്ന വികസന പദ്ധതിയിലേക്ക് നയിക്കാനാണല്ലോ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള തൊഴിലവസരങ്ങൾ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആ കാര്യങ്ങളും വരിക എന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു പുതിയ പദ്ധതി എന്ന നിലയ്ക്ക് ഇവിടെ നമുക്ക് ഇപ്പം തന്നെ ചെയ്യാൻ സാധിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ചൊരു മദ്യനയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു മാറ്റം വന്നാലല്ലേ ഒക്ടോബർ 2 തീരുമാനം നടക്കാവോ ഇല്ലയോ പറയാൻ കഴിയും. അപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടതല്ലേ? ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടില്ല അതിനെപ്പറ്റി. അതാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്. ഈ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ 2 ആഴ്ച മുമ്പത്തെ മന്ത്രിസഭ തീരുമാനമെടുത്തിരുന്ന 6 മാസം. പക്ഷേ ഇപ്പോഴും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് കർശനമായ നിർദ്ദേശമാണ് വരുന്നത്. ഇപ്പം AP വിഭാഗത്തിന് റേഷൻ സബ്സിഡി നിർത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ എന്താണ് ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനം എന്താണ്? ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കുക എന്നതിനാണ് സർക്കാർ മുൻഗണന കൊടുക്കുന്നത്. അതിനാവശ്യമായ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നേരത്തെ പ്രവർത്തനങ്ങൾ വേണ്ടത്ര നടന്നില്ല എന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സമയബന്ധിതമായി തീർക്കുന്നതിനുള്ള പ്രയാസങ്ങളുണ്ട്. അതൊട്ടേറെ പരിമിതികൾ സൃഷ്ടിക്കുന്നുണ്ട്. ആ പരിമിതികളുണ്ടെങ്കിലും സമയബന്ധിതമായി തീർക്കാൻ തന്നെയുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഭക്ഷ്യവകുപ്പ് മന്ത്രി പ്രത്യേകമായി തന്നെ ആ കാര്യത്തിൽ താല്പര്യമെടുത്ത് നീങ്ങുന്നുണ്ട്. കേന്ദ്രത്തെ ബോധിപ്പിക്കേണ്ട പ്രശ്നം വരുന്നത് നമ്മൾ ചിലത് ചെയ്തുകൊണ്ടായിരിക്കണമല്ലോ. അപ്പോൾ ചെയ്ത നടപടികൾ ഒരു ഘട്ടമായിട്ട് കേന്ദ്രത്തെ സമീപിക്കാൻ വേണമെങ്കിൽ ഈ നടപടികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഘട്ടത്തിലും കേന്ദ്രത്തിൽ നിന്ന് ഒഴിവ് വാങ്ങുക എന്നുള്ളതൊരു നിലപാട് മാത്രം എടുത്താൽ ശരിയാവില്ല. നാം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക തന്നെ വേണം. അതിന് കഴിയാവുന്നത്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നെൽവയൽ തണ്ണീർത്തട നിയമത്തിന്റെ കാര്യത്തിൽ ഭേദഗതി കൊണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 20% പണം ഈടാക്കിക്കൊണ്ടുള്ള ചില റെഗുലൈസേഷൻ സ്കീമുകൾ, അതിന്റെ കാര്യത്തിൽ സർക്കാർ പുതിയ തീരുമാനങ്ങൾ മുന്നിൽ എടുത്തിട്ടുണ്ടോ? എന്താ? സർക്കാർ തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ ആ ഒരു ഭേദഗതിയോട് സർക്കാരിന് യോജിപ്പില്ല. ഇവിടെ അത്തരമൊരു ഭേദഗതി നേരത്തെ തന്നെ യോജിപ്പില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ സർക്കാർ നിലപാട് എടുക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം BJPയുടെ ഒരു നാഷണൽ ലെവൽ ഡെലിഗേഷൻ ഇവിടെ വന്ന് ഗവർണറിനെ കണ്ടു. അതിനു മുമ്പ് കണ്ണൂർ ഭാഗത്ത് പോയി. ഞങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു ഇവിടെ മുഖ്യമന്ത്രിയുടെ വില്ലേജ്, CPM സ്റ്റേറ്റ് സെക്രട്ടറിയുടെ വില്ലേജ്, അവിടെയാണ് ഏറ്റവും കൂടുതൽ അക്രമം നടക്കുന്നത്. ഒരു എക്സ്റ്റേണൽ ഏജൻസിയെ കൊണ്ട് ഒരു അന്വേഷണം നടത്താൻ അവർ റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നു. ഇതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ എന്താണ്?
ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ ഒരു ടീമായിട്ട് പോയൊന്ന് അന്വേഷിച്ച് നോക്കുക എന്താ അവിടുത്തെ സ്ഥിതിഗതികൾ. തമാശ പറയുന്നല്ലേ, ഗൗരവമായിട്ട് തന്നെ പറയുകയാണ്. നിങ്ങൾ ഈ അന്വേഷക പത്രപ്രവർത്തക മേഖലയിൽ നിൽക്കുന്നവരാണല്ലോ. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു സ്വതന്ത്രമായിട്ടൊരു ടീമിനെ ഒരുക്കി അവിടെ പോയി അന്വേഷിച്ച് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും എന്താണ്. അതാ നല്ലത്. അതിലൊരു ആരോപണം, ഇപ്പം മുൻ സർക്കാരുകൾ ഒരു സർവകക്ഷിയോ അതുപോലെ ഒരു മുഖ്യമന്ത്രി നേരിട്ടോ അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ നേരിട്ടോ ഒരു യോഗം വിളിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ ഒരു വിമർശനം പ്രതിപക്ഷ നേതാവ് വരെ ഉന്നയിച്ചിട്ടുണ്ട്. അവിടെ കാര്യങ്ങൾ സമാധാനം ഉറപ്പുവരുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. സമാധാന സംഭാഷണം എന്നതിന് സാധാരണ നിലക്ക് ഈ അതുമായി ബന്ധപ്പെട്ടവരും താല്പര്യമെടുത്താലേ സമാധാനം പൂർണ്ണമാകും. അത് ആ താല്പര്യമല്ല കാണുന്നത്. അതാണ് അതിനുള്ളൊരു പ്രശ്നം. ഈ ജിഷ കേസിൽ ഇന്ന് പ്രതി കോടതിയിൽ മൊഴി നൽകിയിരിക്കുന്നത് താനല്ല കൊന്നത്, വേറൊരാളാണ്, അയാളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു, അയാൾ എവിടെയുണ്ടെന്ന് പോലീസിന് അറിയുകയും ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ കേസും കോടതിയിൽ സൗമ്യ കേസ് പോലെ പ്രശ്നങ്ങളുണ്ടായി വേണ്ട വിധി കിട്ടാതിരിക്കാനുള്ള സാഹചര്യം നിലവിലില്ലേ? എല്ലാ പ്രതികളും കോടതിയിൽ കയറിയിട്ട് ഞാനാണ് ചെയ്തതെന്ന് ആദ്യം തന്നെ സമ്മതിക്കാറുണ്ടോ? കോടതിയുടെ മുന്നിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ തീരുമാനങ്ങൾ വരിക. അപ്പോൾ നമുക്ക് പിരിയാം അല്ലേ? വധശിക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഏത് കേസ്? ഇറ്റാലിയൻ ഏതാ? സുപ്രീം കോടതി അതിൽ യൂണിയൻ ഗവൺമെന്റിന്റെ ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിൽ എന്താണ് പറയാൻ? സ്റ്റേറ്റ് ഗവൺമെൻറ് നേരത്തെ ഈ കാര്യത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയതാണ്. നമ്മുടെ സംസ്ഥാനം ആകെ ഇക്കാര്യത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയതാണ്. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥക്കനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങേണ്ടത്. അതിന് തയ്യാറാകുന്ന സമീപനം നേരത്തെ മുതൽക്കേ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല എന്നതാണ് ഇതിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ കുറവ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥക്കനുസരിച്ച് കാര്യങ്ങൾ നടത്താൻ തയ്യാറാവുകയാണ് വേണ്ടത്. സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത് കുറ്റപ്പെട്ടതാണോ എന്നൊരു ആശങ്ക ഈ സൗമ്യ കേസിന്റെ പശ്ചാത്തലത്തിൽ. അപ്പൊ അതിനെ ഗൗരവമായി കാണുക പോലീസിന്റെ ഭാഗത്തുനിന്നൊക്കെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത് പണ്ട് വീഴ്ചയുള്ളതാണല്ലോ തിരുത്തിയത്. ആ പഴയ വീഴ്ചക്കാർക്ക് എന്തെങ്കിലും വിഷമം ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വധശിക്ഷ അപ്പീൽ പോകുന്ന കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? അഭിപ്രായ വ്യത്യാസം ഏത് കേസിനാണ് ഉദ്ദേശിക്കുന്നത്? സൗമ്യ വധക്കേസ് ഇന്ന് സൗമ്യയുടെ അമ്മ വന്നിരുന്നു, കണ്ടിരുന്നു. അപ്പോൾ മനുഷ്യസാധ്യമായതെല്ലാം ഈ കേസിൻ്റെ കാര്യത്തിൽ ചെയ്യുമെന്ന് ഞാൻ അവരോട് ഉറപ്പായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ അറ്റോർണി ജനറലെ വിളിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹം ആ കേസിൽ ഹാജരാകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ അറ്റോർണി ജനറലിനെ പോലുള്ള ഒരാളെ നമുക്ക് ഹാജരാക്കാൻ കഴിയുന്നത്, ഈ കേസിൽ ഹാജരാക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു സംവിധാനമായിരിക്കും. അതോടൊപ്പം ഇവിടെ കേസ് അന്വേഷിച്ച ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഉണ്ട്. പിന്നെ ആ കേസിനെ ഫലപ്രദമായി നടത്താൻ സഹായിച്ചിരുന്ന സുരേഷ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഉണ്ട്. അവരെയെല്ലാം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് വിളിച്ചു ചേർക്കണം എന്ന് അഡ്വക്കേറ്റ് ജനറലിനോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അവരുടെ യോഗം വിളിച്ച് സുപ്രീം കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട് സഹായിക്കാൻ ആ യോഗത്തിൻ്റെ ഭാഗമായി ആളെ ചുമതലപ്പെടുത്തും. എന്നിട്ട് ആൾ പോയി സഹായിക്കണമെന്നും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ആ കാര്യത്തിൽ ചെയ്യുന്നുണ്ട്. അല്ല, ഇതിൽ സാധാരണ നിലക്ക് നമ്മളൊരു അഭിപ്രായം പറയുന്നതിനേക്കാളും നിയമവിദഗ്ധർ അക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചൊരു നിലപാടെടുക്കുന്നതാണല്ലോ നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് റിവ്യൂ എന്നാണ്. നമ്മളെ ഒരു പരിജ്ഞാനം വെച്ചാണ് അത് പറയുന്നത്. ഇനി അതിനപ്പുറം വല്ലതും ആണോ എന്നുള്ളത് അവർ പരിശോധിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഞാൻ പറയുന്നത് ഈ കേസിൽ നിങ്ങൾ 302 അനുസരിച്ച് കുറ്റവാളിയല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. 302 അനുസരിച്ച് കുറ്റവാളിയാണ് എന്നാണ് സെഷൻസ് കോടതിയും ഹൈക്കോടതിയും കണ്ടത്. അപ്പോൾ ആ സുപ്രീം കോടതി കണ്ട നിലപാട് ശരിയല്ല.
അതിനെതിരെയാണ് നമ്മുടെ അപ്പീൽ എന്ന് പറയുന്നത്. ഈ മതിൽ എന്തെങ്കിലും വീഴ്ച വന്നതായിട്ട് തോന്നുന്നുണ്ടോ എവിടെയെങ്കിലും? എൻ്റെ അനുഭവത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ല. ഈ അടുത്തില്ലാത്ത സെക്യൂരിറ്റിയാണ് സെക്രട്ടറിയേറ്റിൽ അതിപ്പോൾ ഈ ദിവസം കാണുന്നത്. മുഴുവൻ പരിശോധനയും ഇതൊക്കെ എന്താ എനക്കറിയില്ല ഭീഷണി എന്തെങ്കിലും ഉണ്ടോ? എനക്കറിയില്ല. എൻ്റെ നേരം ഭീഷണിയൊന്നുമില്ല. ശരി. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വീടില്ലാത്ത കുടുംബങ്ങൾക്ക് 5 വർഷം കൊണ്ട് വീട് നൽകും. വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണത്തിന് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും എന്നതടക്കമുള്ള നിർണായകമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്.